താരസംഘടനയായ അമ്മയിലെ തർക്കം രൂക്ഷമായിരിക്കെ ശ്വേതാ മേനോനെതിരെ എതിർവിഭാഗം രംഗത്ത്. കോടതിയിൽ ശ്വേത സമർപ്പിച്ചത് അപൂർണമായ മിനിറ്റ്സ് എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ പറയുന്നു. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നടന്നത് പലതും മിനിറ്റ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്വേത ഇറങ്ങിപ്പോയതടക്കമുള്ള കാര്യങ്ങളും അംഗങ്ങൾ രാജി പ്രഖ്യാപിച്ചതും മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യോഗത്തിലെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പോലും മറച്ചുവെച്ചുവെന്നും എതിർവിഭാഗം ആരോപിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഈ മാസം 27-ന് കോടതിയിൽ ഉന്നയിക്കാനാണ് തീരുമാനം. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ കോടതിക്ക് അകത്തും പുറത്തും പരസ്യമായും രഹസ്യമായും എല്ലാം പോര് തുടരുകയാണല്ലേ അമ്മയിൽ? ഷിഹാസ്, താരസംഘടനയായ അമ്മയിലെ തർക്കം പരസ്യപ്പോരിൽ നിന്ന് മാറി ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ്. കോടതിയിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് ഇരു വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ശ്വേതാ മേനോൻ താൻ രാജിവെക്കുന്നു, തൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അത് മാധ്യമങ്ങളോടും പറയുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ആ നിലപാടിൽ നിന്ന് ശ്വേതാ മേനോൻ മാറുകയും താൻ രാജിവെക്കുന്നില്ല, ഈ ഭരണസമിതി തുടരുമെന്ന് പറയുകയും അങ്ങനെ കോടതി കയറുകയും ചെയ്തു. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റി താൽക്കാലികമായെങ്കിലും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കൺവീനറായ രമേഷ് പിഷാരടി അടക്കമുള്ളവരും രാജിവെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ രമേഷ് പിഷാരടിയും ഈ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത് ജനറൽ ബോഡി യോഗത്തിലെ മിനിറ്റ്സ് അപൂർണമാണ്. അന്ന് നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മിനിറ്റ്സിലില്ല. പ്രത്യേകിച്ച് അന്ന് ഈ സാമ്പത്തിക ക്രമക്കേട്, അതോടൊപ്പം തന്നെ BJP ബന്ധം എന്നിവ ഉന്നയിച്ചുകൊണ്ട് അവിടെയുള്ള പലരും ബഹളം വെച്ചു. അതിന് പിന്നാലെ ശ്വേതാ മേനോന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. അതിന് തൊട്ട് പിന്നാലെ ജഗദീഷ് ഒരു ചായയ്ക്ക് പിരിയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇവരുടെ അറിവോടെ അല്ലാതെ തന്നെ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നു എന്ന ഒരു മിനിറ്റ്സാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ചു എന്ന കാര്യം മറച്ചുവെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും ഈ ഹർജി വരുന്ന 27-ന് എറണാകുളം മുനിസിപ്പൽ കോടതി പരിഗണിക്കുകയും ചെയ്യും. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.